ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്ന 6 ദിന യുദ്ധം ലോക യുദ്ധ ചരിത്രത്തിലെ വേറിട്ട അധ്യായമാണ്. 1967 ജൂൺ 5 യുദ്ധം തുടങ്ങി. ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ സൈന്യങ്ങളെ ഒറ്റയ്ക്ക് നിന്ന് വെറും 6 ദിവസം കൊണ്ട് ഇസ്രയേലി സൈന്യം പരാജയപ്പെടുത്തി. ഈജിപ്തിൽ നിന്ന് സീനായ് ഉപദ്വീപ്, ഗാസ മുനമ്പ്, ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകൾ എന്നിവ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. മൊത്തം 70,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം. ഇസ്രയേലിന്റെ വിസ്തീർണത്തിന്റെ 2 മടങ്ങിലേറെ വരും ഇത്. 1000-ഓളം ഇസ്രയേലി ഭടന്മാരുടെ ജീവൻ ഇതിന് ബലി കൊടുക്കേണ്ടി വന്നു. അതേസമയം എതിർപക്ഷത്തുണ്ടായ ജീവനഷ്ടം ഇതിന്റെ 10 മടങ്ങാണ്. ഈജിപ്തിന്റെ 15,000 സൈനികരും സിറിയയുടെ 1,500 സൈനികരും ജോർദാന്റെ 700 സൈനികരും കൊല്ലപ്പെട്ടു. 4,000-ലധികം ഈജിപ്ഷ്യൻ ഭടന്മാർ ഇസ്രയേലിന് കീഴടങ്ങി. ഇസ്രയേലിന്റെ യുദ്ധകൗശലവും പോരാട്ടവീര്യവും ആരെയും കടത്തിവെട്ടുന്നതാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള 3ാമത്തെ യുദ്ധമാണ് 6 ദിന യുദ്ധം. 1948 ആദ്യ യുദ്ധം ഉണ്ടാകുന്നത്. ഇസ്രയേലിന്റെ പിറവിയുമായി ബന്ധപ്പെട്ടാണ് ആ യുദ്ധം. 1-ാം ലോക മഹായുദ്ധത്തിൽ പലസ്തീൻ ഉൾപ്പെട്ട ലെവന്റ് പ്രദേശത്ത് നിന്ന് ഒട്ടോമൻ തുർക്കികളെ ബ്രിട്ടീഷ് സൈന്യം പുറത്താക്കിയിരുന്നു. പലസ്തീനിൽ ഒരു യഹൂദരാഷ്ട്രം സ്ഥാപിക്കാൻ പിന്തുണയ്ക്കുമെന്ന് 1917 ബാൽഫോർ ഡിക്ലറേഷനിലൂടെ ബ്രിട്ടൻ വ്യക്തമാക്കി. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ലോകരാജ്യസഖ്യമായ ലീഗ് ഓഫ് നേഷൻസ് പലസ്തീൻ പ്രദേശത്തിന്റെ ഭരണാധികാര ചുമതല ബ്രിട്ടന് കൈമാറുന്ന മാൻഡേറ്റ് 1920 പ്രഖ്യാപിച്ചു. തുടർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും യഹൂദർ പലസ്തീനിലേക്ക് കുടിയേറി. ഇത് പലസ്തീനിലെ അറബ് വംശജരും യഹൂദരും തമ്മിൽ സംഘർഷത്തിന് വഴിവെച്ചു. യഹൂദ കുടിയേറ്റത്തിനെതിരെ പലസ്തീൻ അറബ് വംശജർ 1936 ആരംഭിച്ച കലാപം 1939 വരെ നീണ്ടുനിന്നു. യഹൂദരാഷ്ട്ര രൂപീകരണം നീണ്ടുപോയപ്പോൾ 1944 യഹൂദ തീവ്രവാദികളും പലസ്തീനിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപത്തിനിറങ്ങി. 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭ പലസ്തീൻ പ്രശ്നപരിഹാരത്തിന് ഒരു ദ്വിരാഷ്ട്ര പദ്ധതി 1947 നവംബറിൽ മുന്നോട്ട് വെച്ചു. പലസ്തീൻ പ്രദേശത്ത് യഹൂദർക്ക് വേണ്ടി ഇസ്രയേൽ രാഷ്ട്രവും അറബ് വംശജർക്ക് വേണ്ടി മറ്റൊരു രാഷ്ട്രവും രൂപീകരിക്കാമെന്നും ജെറുസലേമിനെ ഒരു അന്താരാഷ്ട്ര നഗരമായി നിലനിർത്താം എന്നുമായിരുന്നു നിർദ്ദേശം. ഇസ്രയേൽ ഇത് അംഗീകരിച്ചു. എന്നാൽ അറബ് രാജ്യങ്ങൾ ഈ നിർദ്ദേശം തള്ളി. ഇതേ തുടർന്ന് 1947 നവംബർ 30 പലസ്തീൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യഹൂദ പോരാട്ട സംഘങ്ങളും അറബ് പോരാട്ട സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. പലസ്തീന്റെ 2/3 പ്രദേശം ഇസ്രയേലി പോരാട്ട സംഘങ്ങൾ പിടിച്ചെടുത്തു. 1948 മെയ് 14 പലസ്തീനിലെ ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിച്ചു. യഹൂദ നേതാക്കൾ അന്നുതന്നെ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണം പ്രഖ്യാപിച്ചു. പിറ്റേന്ന് ഈജിപ്തിന്റെയും ജോർദാന്റെയും സിറിയയുടെയും സൈന്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിച്ചു. ഇതാണ് 1-ാം ഇസ്രയേലി അറബ് യുദ്ധം. യുദ്ധം 10 മാസം നീണ്ടുനിന്നു. ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ദ്വിരാഷ്ട്ര പദ്ധതി പ്രകാരം യഹൂദ രാഷ്ട്രത്തിനു വേണ്ടി UN നിർദ്ദേശിച്ച സ്ഥലത്തിനു പുറമെ അറബ് രാഷ്ട്രത്തിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പ്രദേശങ്ങളുടെ 60% കൂടി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. ജോർദാൻ നദിയുടെ പടിഞ്ഞാറേ കരയിലുള്ള വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദാനും ഗാസ മുനമ്പ് ഈജിപ്തും പിടിച്ചെടുത്തു.
ഇസ്രയേലും ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലബനൻ എന്നീ രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനെ തുടർന്നാണ് 1949 മാർച്ച് 10 യുദ്ധം അവസാനിച്ചത്. ഇതനുസരിച്ച് വെസ്റ്റ് ബാങ്കിനെയും ഗാസ മുനമ്പിനെയും ഇസ്രയേലിൽ നിന്ന് വേർതിരിക്കുന്ന ഗ്രീൻ ലൈൻ അംഗീകരിക്കപ്പെട്ടു. സൂയസ് കനാൽ പ്രതിസന്ധിയെ തുടർന്നാണ് രണ്ടാം അറബ് ഇസ്രയേലി യുദ്ധമുണ്ടായത്. 1956 ജൂലൈ 26 സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ത് സൂയസ് കനാലിലൂടെയും ടിറാൻ കടലിടുക്കിലൂടെയും ഇസ്രയേലി കപ്പലുകൾ പോകുന്നത് വിലക്കി. അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് വിരുദ്ധമായിരുന്നു ഈജിപ്തിന്റെ നടപടി. പ്രശ്നം പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നീണ്ടുപോയപ്പോൾ ഇസ്രയേൽ 1956 ഒക്ടോബർ 29 ഈജിപ്തിന്റെ ഭാഗമായ സീനായ് ഉപദ്വീപ് ആക്രമിച്ചു. ഈജിപ്ത് പ്രത്യാക്രമണം നടത്തി. സീനായ് ഉപദ്വീപും ഗാസ മുനമ്പും ഇസ്രയേൽ പിടിച്ചെടുത്തു. ഫ്രാൻസും ബ്രിട്ടനും ഈജിപ്തുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് സൂയസ് പ്രതിസന്ധി അവസാനിച്ചു. ഇസ്രയേലി കപ്പലുകൾക്ക് ടിറാൻ കടലിടുക്കിലൂടെ പോകാൻ വീണ്ടും അനുമതി ലഭിച്ചു. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് സീനായിലും ഗാസയിലും നിന്ന് ഇസ്രയേലി സേന 1957 മാർച്ചിൽ പിൻവാങ്ങി. ഈജിപ്തിന്റെയും ഇസ്രയേലിന്റെയും അതിർത്തിയിൽ മേൽനോട്ടത്തിന് UN സമാധാന സേനയെ നിയോഗിച്ചു. അതിനുശേഷവും ഇസ്രയേലും അയൽരാജ്യങ്ങളും തമ്മിൽ ചെറിയ അതിർത്തി സംഘടനകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. 1966 നവംബറിൽ സിറിയയും ഈജിപ്തും തമ്മിൽ പ്രതിരോധ സഹകരണ കരാറുണ്ടാക്കി. ഇതിനിടെ പലസ്തീൻ വിമോചന മുന്നണി എന്ന PLOയുടെ ഗറില്ല ആക്രമണങ്ങൾ ഇസ്രയേലിന് വലിയ തലവേദനയാകാൻ തുടങ്ങി. ജോർദാൻ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ താവളമടിച്ചിരുന്ന PLO ഗറില്ലകൾ 1966 നവംബർ 12 അതിർത്തി കടന്നു നടത്തിയ ലാൻഡ് മൈൻ ആക്രമണത്തിൽ 3 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു. ഗറില്ല കേന്ദ്രങ്ങൾ തകർക്കാനായി ഇസ്രയേലി സൈന്യം പിറ്റേന്ന് വെസ്റ്റ് ബാങ്കിലെ സോമു ഗ്രാമം ആക്രമിച്ചു. ഏറ്റുമുട്ടലിൽ 16 ജോർദാൻ സൈനികരും 3 സിവിലിയന്മാരും കൊല്ലപ്പെട്ടു. ഈജിപ്ത് ജോർദാന്റെ സഹായത്തിനെത്തിയില്ല എന്ന് ജോർദാനിലെ ഹുസൈൻ രാജാവ് പരിതപിച്ചു. സിറിയൻ അതിർത്തിയിൽ ഇസ്രയേലി സൈന്യം കേന്ദ്രീകരിക്കുകയാണ് എന്നുള്ള ഒരു തെറ്റായ റിപ്പോർട്ട് സോവിയറ്റ് യൂണിയൻ 1967 മേയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന് നൽകി. ഇതേ തുടർന്ന് നാസർ സീനായിയിൽ നിന്നും ഗാസയിൽ നിന്നും UN സമാധാന സേനയെ പുറത്താക്കി. പകരം ഇസ്രയേലുമായുള്ള അതിർത്തിയിൽ ഈജിപ്ഷ്യൻ സേനയെ വിന്യസിച്ചു. ടിറാൻ കടലിടുക്കിന് സമീപമുള്ള നഗരമായ ഷാമെൽ ഷേക്കിലും ഈജിപ്ഷ്യൻ സൈന്യം അണിനിരന്നു. ടിറാൻ കടലിടുക്ക് വീണ്ടും അടച്ചാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി തങ്ങൾ കാണുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. അത് വകവയ്ക്കാതെ ഈജിപ്ത് ടിറാൻ കടലിടുക്കിലൂടെ ഇസ്രയേലി കപ്പലുകളുടെ സഞ്ചാരം മെയ് 22 വിലക്കി. മെയ് 30 ഈജിപ്തും ജോർദാനും തമ്മിൽ പ്രതിരോധ കരാർ ഒപ്പിട്ടു. പിറ്റേന്ന് ജോർദാന്റെ ക്ഷണപ്രകാരം ഇറാഖി സൈനിക യൂണിറ്റുകൾ ജോർദാനിൽ എത്താൻ തുടങ്ങി. തുടർന്ന് ഈജിപ്ഷ്യൻ സൈന്യവും ജോർദാനിലെത്തി. യുദ്ധത്തിന് കളമൊരുങ്ങി. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ജൂൺ 1 ഇസ്രയേലിൽ എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ദേശീയ ഗവൺമെന്റ് രൂപീകരിച്ചു. യുദ്ധത്തിലേക്ക് നീങ്ങാൻ മെയ് 4 ഇസ്രയേലി മന്ത്രിസഭ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഇസ്രയേൽ ഓപ്പറേഷൻ ഫോക്കസ് എന്ന പേരിൽ അതിവിപുലമായ മിന്നൽ വ്യോമാക്രമണം തുടങ്ങി.
6 ദിന യുദ്ധം ആരംഭിച്ചു. വ്യോമാക്രമണത്തിന് മുമ്പ് ഇസ്രയേലി വ്യോമസേനയിലെ പൈലറ്റുമാരും ഗ്രൗണ്ട് സ്റ്റാഫും സമഗ്രമായ പരിശീലനം നടത്തിയിരുന്നു. ഒരു വിമാനത്തിന് ദിവസം 4 തവണ വരെ ശത്രുരാജ്യത്ത് പോയി ആക്രമണം നടത്താനുള്ള ശേഷി ആർജിച്ചു. ഇതുമൂലം ആദ്യ ദിവസത്തിൽ തന്നെ ഈജിപ്തിന്റെ മിക്ക വ്യോമ കേന്ദ്രങ്ങളും റൺവേകളും തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ജോർദാൻ ഒഴികെയുള്ള അറബ് രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത് പ്രധാനമായും സോവിയറ്റ് ആയുധങ്ങളാണ്. ഈജിപ്തിന് 420 യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നത് ഭൂരിഭാഗവും സോവിയറ്റ് നിർമ്മിത MiG-21 വിമാനങ്ങളായിരുന്നു. മികച്ച ആക്രമണശേഷി തെളിയിച്ചിട്ടുള്ള Tu-16 ബോംബർ വിമാനങ്ങളും അവർക്കുണ്ടായിരുന്നു. അമേരിക്കൻ ആയുധങ്ങളും ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളുമാണ് ജോർദാന് ഉണ്ടായിരുന്നത്. ഇസ്രയേലിന്റെ ആയുധങ്ങൾ മിക്കതും പാശ്ചാത്യ നിർമ്മിതമായിരുന്നു. ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇസ്രയേലി വ്യോമസേനയ്ക്ക് കരുത്തു നൽകി. ജൂൺ 5 രാവിലെ 7:45 ഇസ്രയേൽ മിന്നൽ വ്യോമാക്രമണം ആരംഭിച്ചു. 200ഓളം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഈജിപ്തിന്റെ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തി. റഡാറിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇസ്രയേലി വിമാനങ്ങൾ മെഡിറ്ററേനിയൻ കടലിന്റെയും ചെങ്കടലിന്റെയും മുകളിലൂടെ താണുപറന്നാണ് ഈജിപ്തിൽ കടന്നത്. ഇസ്രയേലി വിമാനങ്ങളുടെ കൂട്ടം ഈജിപ്ത് ലക്ഷ്യമാക്കി നീങ്ങുന്നത് ജോർദാന്റെ റഡാറിൽ കണ്ടിരുന്നു. ജോർദാൻ ഈജിപ്തിന് വിവരം കൈമാറി. ഈജിപ്തിന്റെ വ്യോമകേന്ദ്രങ്ങളിൽ ഈ വിവരം എത്തിയപ്പോഴേക്കും സമയം വൈകിയിരുന്നു. സീനായിലുള്ള ഏറിഷ് എയർഫീൽഡിലെ റൺവേ ഒഴികെ ഈജിപ്തിന്റെ മറ്റെല്ലാ വ്യോമകേന്ദ്രങ്ങളിലെയും റൺവേകൾ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. ഏറിഷ് റൺവേ തങ്ങൾക്ക് പിന്നീട് പ്രയോജനപ്പെടുമെന്ന് അവർ കണക്കുകൂട്ടി. ഈജിപ്തിന്റെ 338 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു. 100 പൈലറ്റുമാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രയേലിൽ നിന്ന് ആക്രമണമുണ്ടായാൽ നേരിടുന്നതിനു വേണ്ടി സീനായിൽ ഈജിപ്ത് വലിയ തോതിൽ പ്രതിരോധ സന്നാഹങ്ങൾ തീർത്തിരുന്നു. സീനായി മരുഭൂമിയിൽ ഏതാനും റോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലി സൈന്യം അതുവഴിയാകും വരിക എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഈജിപ്ഷ്യൻ സൈന്യത്തെ മുന്നിൽ നിന്ന് ആക്രമിക്കാതെ അവർ പ്രതീക്ഷിക്കാത്ത വഴികളാണ് ഇസ്രായേലി സൈന്യം തിരഞ്ഞെടുത്തത്. റിസർവ് ഭടന്മാർ ഉൾപ്പെടെ 2,64,000 പേരാണ് ഇസ്രായേലി സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 40,000 പേരെ വെസ്റ്റ് ബാങ്കിൽ ജോർദാൻ സൈന്യത്തെ നേരിടാൻ നിയോഗിച്ചു. ഈജിപ്ത് 100,000-ഓളം സൈനികരെ സീനായിയിൽ വിന്യസിച്ചു. 950 ടാങ്കുകൾ, 1100 കവചിത വാഹനങ്ങൾ, 100 പീരങ്കികൾ എന്നിവയും സീനായിയിലെ ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്നു. സിറിയ 75,000 സൈനികരെ ഇസ്രയേലുമായുള്ള അതിർത്തിയിൽ നിയോഗിച്ചു. ജോർദാൻ 45,000 സൈനികരെ വെസ്റ്റ് ബാങ്കിൽ വിന്യസിച്ചു. ജോർദാന് ചെറിയൊരു വ്യോമസേനയെ ഉണ്ടായിരുന്നുള്ളൂ. ഇറാഖിന്റെ 100 ടാങ്കുകളും ഒരു ഇൻഫൻട്രി ഡിവിഷനും ജോർദാൻ അതിർത്തിയിൽ തയ്യാറായി നിന്നു. ഇറാഖിന്റെ 2 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെ ജോർദാൻ അതിർത്തിയിലേക്ക് മാറ്റി. ജോർദാനെ സഹായിക്കാനായി സൗദി അറേബ്യയും സൈന്യത്തെ ഒരുക്കി നിർത്തി. ആദ്യ ദിവസത്തെ ഇസ്രയേലി മിന്നലാക്രമണത്തിൽ ഈജിപ്തിന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നതിന്റെ കുറവ് പരിഹരിക്കാൻ ലിബിയ, അൾജീരിയ, മൊറോക്കോ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ എത്തി. പാകിസ്ഥാൻ വ്യോമസേനയിലെ പൈലറ്റുമാരും സഹായത്തിനെത്തി. മെക്കനൈസ്ഡ് ഇൻഫൻട്രി ബ്രിഗേഡുകളും പാരാട്രൂപ്പർ ബ്രിഗേഡുകളും ഉൾപ്പെടെ 70,000 സൈനികരെയും 700 ടാങ്കുകളെയും തലേന്ന് രാത്രി തന്നെ ഇസ്രയേൽ ഈജിപ്തുമായുള്ള അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു. 1956 യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ ഇസ്രയേലി സൈന്യം തെക്ക് ഭാഗത്തുകൂടിയും മധ്യഭാഗത്തുകൂടിയും സീനായിൽ കടക്കുമെന്നാണ് ഈജിപ്ത് കരുതിയത്. എന്നാൽ
തന്ത്രം മാറ്റിയ ഇസ്രയേൽ ഇക്കുറി വടക്ക് ഭാഗത്തുകൂടിയും മധ്യഭാഗത്തുകൂടിയും സീനായിൽ കടക്കാൻ തീരുമാനിച്ചു. ജൂൺ 5 രാവിലെ 8 മണിയോടെ ദക്ഷിണ ഇസ്രയേലിലെ നഹൽ ഓസിലൂടെയും ഗാസയിലെ ഖാൻ യൂനീസിന് തെക്ക് ഭാഗത്തുകൂടെയും സീനായിൽ പ്രവേശിക്കാൻ ഇസ്രയേലി സൈന്യം നീക്കം തുടങ്ങി. ഗാസയിലെ ഖാൻ യൂനീസിലും റാഫയിലും ഇസ്രയേലി സൈന്യത്തിന് ഈജിപ്ഷ്യൻ സൈന്യത്തിൽ നിന്ന് വലിയ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. നിരവധി ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു. റാഫ കീഴടക്കി മുന്നേറിയ ഇസ്രയേലി സൈന്യം സീനായിലെ ഷെയ്ഖ് സുവൈദ് പട്ടണത്തിൽ കടന്നു. അവിടെയും ഈജിപ്ഷ്യൻ സൈന്യത്തിൽ നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. രാത്രിയോടെ അവിടം കീഴടക്കി. 2000-ഓളം ഈജിപ്ഷ്യൻ സൈനികർ അവിടെ കൊല്ലപ്പെട്ടു. ഇസ്രയേലി സൈന്യത്തിന്റെ മറ്റൊരു യൂണിറ്റ് സീനായിലെ ഏറിഷ് പട്ടണം ലക്ഷ്യമാക്കി നീങ്ങി. അതിർത്തിയിലെ 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിരാദി ചുരം കടക്കുമ്പോൾ അവർക്ക് ഈജിപ്ഷ്യൻ സൈന്യത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇരുഭാഗത്തും നിരവധി പേർ കൊല്ലപ്പെട്ടു. രാത്രിയോടെ ഇസ്രയേലി സൈന്യം ഏറിഷ് നഗരപ്രാന്തത്തിലെത്തി. പിറ്റേന്ന് രാവിലെ ഏറിഷ് നഗരത്തിൽ പ്രവേശിച്ചു. ഗാസയിലെ ഖാൻ യൂനീസും സീനായിലെ ജിരാദി ചുരവും പൂർണ്ണമായും ഇസ്രയേലി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. ഇസ്രയേലി സൈന്യത്തിന്റെ ഒരു ഘടകം സൂയസ് കനാൽ ലക്ഷ്യമാക്കിയും മറ്റൊരു ഘടകം തെക്കൻ സീനായി ലക്ഷ്യമാക്കിയും നീങ്ങി. മേജർ ജനറൽ ഏരിയൽ ഷാരോണിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലി ആർമിഡ് ഡിവിഷൻ സീനായിലെ തന്ത്രപ്രധാനമായ ഖത്തീഫ് പ്രദേശം പിടിച്ചെടുത്തു. അതിർത്തിയിൽ പലയിടത്തും ഈജിപ്ത് മൈൻ വിതറിയിരുന്നതിനാൽ മുന്നേറ്റത്തിനിടയിൽ നിരവധി ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു. മരുഭൂമിയിലെ അതിർത്തിയിൽ കാവലില്ലാത്ത പല സ്ഥലങ്ങളിലൂടെയും ഇസ്രയേലി സേന കടന്നുകയറി. ഹെലികോപ്റ്ററുകൾ വഴിയും ഇസ്രയേലി സൈനികരെ ഈജിപ്തിൽ കൊണ്ടുവന്നിറക്കി. ഗാസയിൽ നിന്ന് നെഗേവിലെ ഇസ്രയേലി സെറ്റിൽമെന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇതേ തുടർന്ന് ഇസ്രയേലി സൈന്യം ഗാസയിൽ കടന്നു. ഗാസ സിറ്റിയിൽ ഇസ്രയേലി സൈന്യത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. 70ഓളം ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു. ജൂൺ 6 ഗാസ സിറ്റി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. അന്നുതന്നെ സീനായിലെ തന്ത്രപ്രധാനമായ അബു അഗീല പ്രദേശം ഏരിയൽ ഷാരോണിന്റെ സൈന്യം പിടിച്ചു. ഈ വാർത്ത കേട്ട ഈജിപ്തിന്റെ സൈന്യാധിപനായ ഫീൽഡ് മാർഷൽ അബ്ദുൽ ഹക്കീം അമീർ ഈജിപ്ഷ്യൻ സൈന്യത്തോട് സീനായിൽ നിന്ന് പിന്മാറാൻ ഉത്തരവ് നൽകി. ഈജിപ്തിന്റെ പരാജയ സമ്മതമായിരുന്നു ഈ ഉത്തരവ്. ആ ദിവസം മാത്രം 10,000 ഈജിപ്ഷ്യൻ ഭടന്മാർ കൊല്ലപ്പെട്ടു. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ ആയിരക്കണക്കിന് ഈജിപ്ഷ്യൻ പട്ടാളക്കാർ ഭക്ഷണം കിട്ടാതെ മരിച്ചു. പലരും ഇസ്രയേലി സൈന്യത്തിന് കീഴടങ്ങി. ജൂൺ 7 ഇസ്രയേലി സൈന്യം ഷാമേൽ ഷെയ്ഖ് ആക്രമിച്ചു. അന്ന് ഉച്ചയോടെ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചു. ടിറാൻ കടലിടുക്കിലൂടെ ഇനി എല്ലാ കപ്പലുകൾക്കും പോകാമെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി മൊഷെ ദയാൻ പ്രഖ്യാപിച്ചു. സീനായ് ഉപദ്വീപും ഗാസ മുനമ്പും ഒരിക്കൽ കൂടി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. വെസ്റ്റ് ബാങ്ക് മുന്നണിയിൽ യുദ്ധം സീനായ് മുന്നണിയിലേതുപോലെ കടുത്തതായിരുന്നില്ല. ജോർദാന്റെ സൈന്യത്തിന്റെ നിയന്ത്രണം ഹുസൈൻ രാജാവ് ജൂൺ 1 ഈജിപ്തിന് കൈമാറിയിരുന്നു. ജൂൺ 5 രാവിലെ ജോർദാൻ സൈന്യം ഇസ്രയേലിന് നേരെ ഷെൽ ആക്രമണം തുടങ്ങി. ജോർദാൻ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അവരെ ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ ഹുസൈൻ രാജാവിന് സന്ദേശമയച്ചു. വൈകിപ്പോയി എന്നായിരുന്നു മറുപടി. പിന്നെ ജെറുസലേമിന് നേരെയും ജോർദാന്റെ ഷെൽ ആക്രമണമുണ്ടായി. 20 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു. 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
തുടർന്ന് ജോർദാന്റെയും ഇറാഖിന്റെയും യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൽ വ്യോമാക്രമണം നടത്തി. ഇസ്രയേലി വിമാനങ്ങൾ ജോർദാനിലും ഇറാഖിലും പ്രത്യാക്രമണം നടത്തി. ജോർദാൻ സൈന്യം ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇസ്രയേലി സേന പ്രതിരോധിച്ചു. ഏറ്റുമുട്ടൽ വ്യാപിച്ചു. ജൂൺ 7 വൈകുന്നേരത്തോടെ വെസ്റ്റ് ബാങ്ക് മുഴുവൻ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. കിഴക്കൻ ജെറുസലേമിലും ഇസ്രയേലി സൈന്യം പ്രവേശിച്ച് അവിടം കീഴടക്കി. ആദ്യത്തെ 3 ദിവസം സിറിയ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ യുദ്ധത്തിൽ ഈജിപ്ത് ജയിച്ചു എന്നൊരു വ്യാജ വാർത്ത കേട്ടതിനെ തുടർന്ന് സിറിയ ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ ആക്രമണം നടത്തി. ഇസ്രയേലി വ്യോമസേന സിറിയയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. സിറിയയുടെ 60ഓളം യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു. തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകൾ ഇസ്രയേലി സേന ജൂൺ 10 സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തു. പിറ്റേന്ന് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ 10 ലക്ഷത്തോളം അറബ് വംശജർ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. 4.25 ലക്ഷത്തോളം പലസ്തീൻകാർക്ക് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. 3-4 ദിവസം കൊണ്ട് ഈ യുദ്ധം ജയിക്കാമെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടിയത്. അത് 6 ദിവസമായി എന്ന് മാത്രം.